ഹലോ ഗായ്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നേക്കാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഷാമിലിൻ്റെ വീട്ടിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങളെ മജിയാക്ക, ഞങ്ങളെ മാനേജറും കൂടിയാണ്. അപ്പോൾ ഇയാൾ UAE ഭയങ്കര ഷെഫാണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മജിയാക്ക വീട്ടിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഗായ്സ് എണ്ണയൊക്കെ ചൂടാക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഓയിൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പീസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ് ആദ്യത്തെ പീസ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഓയിൽ ഭയങ്കര കുറവാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മജിയാക്ക് മാത്രം എടുത്താൽ ശരിയാവില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ ആക്കുന്ന ഇടയിൽ എൻ്റെ കൈ പൊള്ളി ഗായ്സ്. അപ്പോൾ ഗായ്സ് ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഒരു പണി എടുക്കാതെ 3 റീലും കണ്ടു കുത്തിരിക്കുകയാണ്. ഞാനും മജിയാക്കും മാത്രമുള്ളൂ ഇവിടെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യത്തെ പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഷെഫായ മജിയാക്കാക്ക് തന്നെ കൊടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ മജിയാക്കാക്ക് കയ്യിൽ നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ് മജിയാക്ക ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മുഖത്തിൻ്റെ ഫേസിൻ്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയാം സാധനം വെന്തിട്ടില്ല എന്ന്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ നല്ലവണ്ണം പിന്നെ ഫൈനലി നമ്മളെ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയി ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇത്ര തോന്നെ പീസൊന്നും വേണ്ടാന്ന്. 17-18 പീസോളുണ്ടായിരുന്നു ഞങ്ങൾ 4 പേർക്കും കൂടിയും. അതിലാറെ കോമഡി എന്താ വെച്ചാൽ നമ്മൾ ആദിൽഷ ഷോപ്പ് പോയി കൊടുന്ന ടൊമാറ്റോ കെച്ചപ്പാണ്. ഞങ്ങളെ ഭാഗത്തും തെറ്റുണ്ട്, ഇവനെ ഷോപ്പിക്ക് പറഞ്ഞേക്കേണ്ടില്ലായിരുന്നു. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മജിയാക്കാൻ്റെ റിയാക്ഷൻ നോക്കാം. മജിയാക്ക അങ്ങനെ റിയാക്ഷനൊന്നും കൊടുക്കാത്ത ആളാണ്, ഭയങ്കര നാണക്കാരനാണ്. പിന്നെ നമ്മളെ ഷർത്തിൻ്റെ റിയാക്ഷനൊക്കെ കിട്ടി. ഷർട്ടൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ആദിൽഷ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സോസിനെ പറ്റി, ഞാൻ ഓഫറിൽ വാങ്ങിയതാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഷാമിലിന് പ്ലേറ്റൊക്കെ കഴുകാൻ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി ഗൈസ്. അപ്പോൾ ബൈ ബൈ.